പ്രണീഷ് വിജയൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയുടെ വിശേഷമാണ്. സാധാരണ ഫ്രൈഡേ ഉച്ചയൊക്കെ ആകുമ്പോൾ ഞാൻ വരും ഒരു റിവ്യൂ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വീക്കെൻഡാണ് ഈ സിനിമ ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറയാനാണ് സാധാരണ വരാറ്. ഇത് ഞാൻ വീക്കെൻഡിന് മുന്നേ കണ്ടതുകൊണ്ട് വീക്കെൻഡ് ആരും ഈ സിനിമയ്ക്ക് തല വെക്കല്ലേ എന്ന് പറയാനാണ് ദി പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമ കണ്ട ശേഷം എനിക്ക് തോന്നിയത്. കാരണം ഈ സിനിമ ഒരു മാസത്തിന് മുന്നേ തിയേറ്ററിൽ ഇറങ്ങിയ ശേഷം ഗംഭീര അഭിപ്രായമൊക്കെ സോഷ്യൽ മീഡിയ ഫുള്ള് പെയ്ഡ് റിവ്യൂസ് ആണെന്നുള്ളത് ഇന്നലെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത്ര അരോചകവും മോശവുമായ ഒരു സിനിമ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. തലവേദന എടുക്കരുത്, എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണമെന്ന് ആലോചിച്ച് പോയി. ഇല്ലോജിക്കലായിട്ടുള്ള പരിപാടി, ലോജിക്ക് പോട്ടെ, കോമഡി ഉണ്ടോ? കോമഡി ഇല്ല, എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നു. അവസാനം കുറേ ഫാൻസി ഡ്രസ്സും ഒരു പറ്റം താരങ്ങളുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഷറഫുദ്ദീൻ്റെ ആക്ടിങ് കുഴപ്പമൊന്നും തോന്നിയില്ല. ഷറഫുദ്ദീൻ ഓക്കെ ആയിരുന്നു, പക്ഷേ ഒന്നും ചെയ്യാനില്ലാത്ത ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്, ഒരു പരിപാടിയില്ല. ഇതൊക്കെ എങ്ങനെ ഗോകുലം ഗോപാലിനെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. ഷറഫുദ്ദീൻ എന്ത് കണ്ടിട്ട് ഇത് ഈ സംഭവം എടുത്തു എന്നും എനിക്ക് മനസ്സിലാവണം. ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ വിചാരിച്ചത് നമ്മുടെ മമ്മൂട്ടി മോഹൻലാലും നിലനിന്ന സമയത്ത് ജയറാമും ദിലീപും ഒക്കെ തഴച്ചു വളർന്ന ജനപ്രിയ നായകന്മാരായതുപോലെ ഷറഫിൻ്റെതായ വഴിയിൽ ഒരു സാമ്രാജ്യം സൃഷ്ടിച്ച് ഒരു ജനപ്രിയ നായകനായിട്ട് മാറി വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതുപോലത്തെ സിനിമകളാണ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് ഒരു വകയും നൽകുന്നില്ല. ഇടയ്ക്ക് പടക്കളം പോലത്തെ സിനിമകൾ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബോറായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ ഹലോ മമ്മി എനിക്ക് ആവറേജ് പോലെ, പിന്നെ അത് കുറച്ചുകൂടെയും കണ്ടിരിക്കായിരുന്നു. പക്ഷേ ഇത് തീരെ കണ്ടിരിക്കാൻ പറ്റാത്ത അസഹനീയമായ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ജോമോൻ ജോദറും ഒക്കെ ഉണ്ട്. കാര്യം പറഞ്ഞാൽ ജോമോൻ ജോദർ, അനുപമ പരമേശ്വരനുണ്ട്, ജോമോൻ ജോദറുണ്ട്, രഞ്ജി പണിക്കർ, വിജയരാഘവൻ, വിനയ് ഫോർട്ടൊക്കെ നന്നായിട്ട് അഭിനയിക്കുന്ന ആള്, നന്നായിട്ട് കോമഡിയും ചെയ്യുന്ന, ഏത് റോൾ കൊടുത്താണ് ചെയ്യുന്ന ആള് ഈ സിനിമയിൽ നല്ല ബോറായിട്ട് എനിക്ക് തോന്നി, നല്ല ഓവറായിട്ട് എനിക്ക് തോന്നി. സണ്ണി വേന ഒരു ചെറിയ കഥാപാത്രത്തിലുണ്ട്. ആർക്കും ഒന്നും ചെയ്യാനില്ല, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുവാണ്. അവസാനം ഇവരെല്ലാം നല്ലൊരു ഡ്രസ്സ് ഇട്ട് വന്നിട്ട് ഒരു പ്രച്ഛന്നവേഷം പോലത്തെ പരിപാടി. അവസാനമൊക്കെ ശരിക്കും പ്രിയദർശൻ സിനിമകൾ ചെയ്ത പോലെ ചെയ്യാനാണ് അവർ ഉദ്ദേശിച്ചത്. പ്രിയദർശൻ സിനിമകളുടെ പ്രശ്നം പ്രത്യേകത എന്നാ വെച്ചാലേ അതിന് നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. ജഗതി ഉണ്ടാവും, ഇന്നസെൻ്റ് ഉണ്ടാവും, അതുപോലെ ആർട്ടിസ്റ്റുകൾ ഒന്നാമത് ഇപ്പം ഇല്ല. അപ്പോൾ സ്ക്രിപ്റ്റെങ്കിലും നന്നാവണ്ടേ, അതും മോശം. മൊത്തത്തിൽ തക്കിട പരിപാടി എന്ന് പറഞ്ഞാൽ വെറും തട്ടിക്കൂട്ട് പരിപാടി. ഒരു ആശാവഹമായ ഒരു സീൻ പോലും ഇല്ല. ആകെ ഒരു ആശ്വാസമായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ രഞ്ജി പണിക്കറിൻ്റെ മുഖത്ത് വരുന്ന കുറച്ച് എക്സ്പ്രഷൻസാണ്. സത്യം പറയില്ല, അത് മാത്രമാണ് ഇച്ചിരിയെങ്കിലും ഒന്ന് ചിരിക്കാൻ. അതോ അധികമൊന്നുമില്ല, 2-3 സംഭവങ്ങൾ മാത്രമുണ്ട്. ബാക്കി എല്ലാം കൊണ്ടും തീർത്തും നിരാശാജനകമായ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും മോശം സിനിമയായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും ദി പെറ്റ് ഡിറ്റക്റ്റീവ്. ഇതാണ് പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ വിശേഷം. ഷറഫുദ്ദീൻ ഓക്കെ ആയിരുന്നു, പക്ഷേ സംഘടന രംഗങ്ങളൊന്നും ഷറഫുദ്ദീൻ അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. ഏതാണ്ട് കഷ്ടപ്പെട്ടൊക്കെ ഇടിക്കണ പോലെയാണ് തോന്നിയത്. സോ നിങ്ങൾ കാണുന്ന ഒരു രീതിയിലും സജസ്റ്റ് ചെയ്യാത്ത സിനിമയാണ്. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറെ ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.